Okay, good afternoon, all of you. All of you, mark your attendance. All of you, mark your attendance. എന്താണ് ജോമല എവിടെ പറ്റിയേ? ജുവൽ എന്തെങ്കിലും ചെയ്തോ? ജോമൽ പോയോ? ഓക്കെ, അപ്പൊ എഴുതിക്കോ. ഫസ്റ്റ് വൺ പേര് എഴുതിയോ എല്ലാവരും? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? മീനിങ് എഴുതാനാണ്. അർത്ഥം എഴുതുക. പ്രസന്റ് ഇട്ടോ? ഓക്കെ. All of you mark. Yes. പഠിക്കാൻ എക്സാമിന് വന്നത് ഷഹുമയല്ലേ ഇപ്പൊ എന്നെ ഓർമ്മിപ്പിച്ച എക്സാമിന്റെ കാര്യം. ഓക്കെ, എഴുതിക്കോ മക്കളെ. മാറ്റം വരുത്തുന്ന പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാതെ വരും എക്സാം പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് വൺ ചിത്രപതംഗം. മീനിങ് എഴുതാനാണ്. ഒന്നാമത്തത് ചിത്രപതംഗം. ക്വസ്റ്റ്യൻ എഴുതണ്ട. ഒന്നാമത്തെ ബിറ്റില് റോമൻ ലെറ്ററിൽ 1 എഴുതുക. എന്നിട്ട് അതിൽ 1 എഴുതിയിട്ട് ആൻസർ മാത്രം എഴുതിയാൽ മതി. ചിത്രപതംഗം. ചിത്രപതംഗം ക്ലാസ്സിൽ ഇരുന്നവർക്ക് തന്നെ എഴുതാം. ജോയലെ പഠിച്ചിട്ടില്ലേ ജോയലെ? യെസ്, വെരി ഗുഡ്. ചിത്രപതംഗം. ഒന്നാമത്തത് ചിത്രപതംഗം. എന്തേ എറിക്കേ? ഇത്ര സിമ്പിളാന്ന് വിചാരിച്ചേ ഇല്ല അല്ലേ എറിക്ക ആന്റണിയോ? നെക്സ്റ്റ് ഊഴം. ഊഴം. ഊഴം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് പറ്റി ഷെസിൻ? കിട്ടുന്നില്ലേ? ഊഴം. ഊഴം എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ. Good morning, good evening, miss. Okay, good afternoon. പൈദാഹം. അർത്ഥം മൂന്നാമത്തെ പദം പൈദാഹം. നിതാ എക്സാം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഒന്നാമത്തത് അർത്ഥം എഴുതാൻ വേണ്ടി പറഞ്ഞു. ചിത്രപതംഗം. രണ്ടാമത്തത് ഊഴം. നിതയുടെ അല്ല നിഹാരിയുടെ പറയണ്ടല്ലേ? നിഹാര നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിൽ ഒന്നാമത്തത് ചിത്രപതംഗം, രണ്ടാമത്തത് ഊഴം, മൂന്നാമത്തത് പൈദാഹം. പൈദാഹം. എന്ത് ജോയലേ? ജോലിങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ നല്ലോണം ഓർമ്മയുണ്ടല്ലോ. മറന്നുപോയല്ലോ ഇപ്പൊ. പൈദാഹം. പൈദാഹം. രണ്ടാമത്തെ പറയോ? ഊഴം. ഊഴം എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം. മൂന്നാമത്തത് പൈദാഹം. നാലാമത്തത് പറഞ്ഞ? ഇല്ല. നാലാമത്തത് പറയട്ടെ? അന്തസ്. അന്തസ്. പറഞ്ഞുതരാവോ? എന്ത്? മൂന്നാമത്തെ പറഞ്ഞുതരാവോ? മൂന്നാമത്തത് പൈദാഹം.
മിസ് നാലാമത്തെ പറഞ്ഞുതരാം. ഞാൻ ഒറ്റ പ്രാവശ്യം പറയുവേ, അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ചിത്രപതംഗം. മീനിങ് എഴുതാൻ ഒന്നാമത് പറഞ്ഞത് ചിത്രപതംഗം. നെക്സ്റ്റ് വൺ ഊഴം. തേർഡ് വൺ പൈതാഹം. നോക്കി എഴുതിയാ ഞാൻ അടി തരും എല്ലാവർക്കും. നാലാമത്തത് സെക്കൻഡ് വൺ പറഞ്ഞപ്പോ എന്റെ ക്ലാസ് കട്ടായി. ഊഴം. അലൻ, ഊഴം. ഒരാളെ കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടാ ഇല്ലത്. അണ്ണനെ തെറ്റിപ്പോവും. ശരിയുണ്ടാവില്ല പിന്നെ. സുന്ദരിയും സുന്ദരന്മാരിലെ പിന്നെ ഇങ്ങനെയല്ലാവും. എന്താണ്? ആർക്കോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. നാലാമത്തത് അന്തസ്. മിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്ന. അലൻ, അലൻ, can you hear me? മിസ് കേൾക്കാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്യുന്ന ലൈവ് ആയി പോകുന്ന. അതെ അല്ലേ? ഞാൻ ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് മുതൽ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തത് ചിത്രപതംഗം, അർത്ഥം. രണ്ടാമത്തത് ഊഴം. മൂന്നാമത്തത് പൈതാഹം. നാലാമത്തത് അന്തസ്. ഓക്കെ, ഡിഡ് യു ഫിനിഷ്? അഞ്ചാമത്തെ പറഞ്ഞില്ല. ഓക്കെ, 4 ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ട് മീനിങ് ഏതാ? അഞ്ചാമത്തത് മാനസം. 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 ഓക്കെ, 5 എണ്ണാണുള്ളത്. മിസ് നാലാമത്തെ അഞ്ചാമത്തെ ഒന്നും കൂടി പറഞ്ഞുതരാവോ? നാലാമത്തത് അന്തസ്, അഞ്ചാമത്തത് മാനസം. ഓക്കെ, എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് പറയുന്നേ എതിർപദാണ്. എതിർപദം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ് ആണ് എഴുതേണ്ടത്. എതിർപദങ്ങൾ. ഓക്കെ, അതിലൊന്നാമത്തത് ദോഷം. അതിന്റെ ഹെഡിങ് ദോഷം. ദോഷം എഴുതിയോ സന? ഒന്നും കൂടെ പറയാവോ? 6 എതിർപദം എഴുതുന്നതിൽ ഒന്നാമത്തത് അതന്നെ 6. ദോഷം. ദോഷം. സിദ്ധാന്തേ ഒന്നുകൂടി പറയോ? ഒന്നും കൂടി പറയോ? നിദ, ഞാൻ ഓപ്പോസിറ്റ് വേർഡ് പറഞ്ഞതിൽ നിർദോഷം. ദോഷം. മിസ് തേർഡ് വൺ ഒന്ന് പറഞ്ഞുതരോ? ധാരാ
എന്താണ് എഡ്വിൻ? ഒന്നുമില്ല അല്ലേ? ഓക്കെ, തേർഡ് വൺ ഒന്നുകൂടി പറയാ. ഞാൻ തേർഡ് വൺ പറഞ്ഞത് 1 ചിത്രപതംഗം, 2 ഊഴം, 3 പൈതാഹം അല്ലേ? അല്ലേ സെൽന? യെസ്. അടുത്തത് അന്തസ്. ലാസ്റ്റ് വൺ അർത്ഥത്തിൽ പറഞ്ഞത് മാനസം. അത് കഴിഞ്ഞിട്ടാണ് ഓപ്പോസിറ്റ് വേർഡ് പറഞ്ഞത്, അതായത് എതിർപദം എഴുതാൻ. അതിലൊന്നാമത്തത് ദോഷം. മിസ് ഏഴാമത്തെ എന്ത്? ഏഴാമത്തെ പറഞ്ഞില്ല, പറയട്ടെ. ഗുണം. എതിർപദം എഴുതാൻ ഗുണം. മിസ് കേൾക്കുന്നില്ല. ഗുണം. എതിർപദം എഴുതാൻ ഗുണം. രണ്ടെണ്ണം ഇപ്പൊ പറഞ്ഞു, 1 ദോഷം, 2 ഗുണം. പേജ് നമ്പർ പറയാൻ പറ്റുമോ എക്സാം എഴുതുന്നതിന്റെ? ഇവിടെ എക്സാം ഇട്ടിട്ട് ഇടുവല്ലേ ഇന്നേ, ക്ലാസ് എടുക്കുവല്ല ഇന്നേ. ഓക്കെ, എന്താണ് ഷഹ്മ? മിസ് കട്ടായിക്കൊണ്ടിരിക്കുന്നു സൂമിന്ന്. കട്ടായിക്കൊണ്ടിരിക്കുന്നു. എക്സാം എഴുതുന്നുണ്ടോ? മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ആ രണ്ടെണ്ണേ ഉള്ളൂ എതിർപദം. നെക്സ്റ്റ് പര്യായപദം എഴുതാനാണ്. അതിലൊന്ന് 7 പറഞ്ഞത് ഇപ്പം ഗുണം. എതിർപദം എഴുതാൻ രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. 1 ദോഷം, രണ്ടാമത് ഗുണം. ഇനി പറഞ്ഞോണ്ടിരിക്കൂല, പലതവണ ഞാൻ പറഞ്ഞോണ്ടിരുന്നു. ഇത് ഡബിൾ സമയമായല്ലോ. ആകെ 5 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. ആ മീനിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എതിർപദാണ് ഇപ്പൊ പറഞ്ഞു. അതും കഴിഞ്ഞ് പര്യായപദം പറഞ്ഞുവിടാം. പര്യായപദം പറയട്ടെ. മിസ്സേ ഗുണം കഴിഞ്ഞിട്ട് പറഞ്ഞ അത് തന്നെ പര്യായപദം ഇപ്പൊ പറയുന്നേ. പതംഗം. പതംഗം എന്ന വാക്കിന്റെ പര്യായപദം എഴുതണം. അതായത് പകരം പദങ്ങൾ, 2 മീനിങ് വരുന്നത്. അതായത് ഒരേ മീനിങ് വരുന്ന 2 എണ്ണം എഴുതണം. അതാണ് പര്യായ പദങ്ങൾ എന്ന് പറയുക. മനസ്സിലായില്ലേ? സമാന പദം എന്നും പറയാറുണ്ട്. ഏഴാമത്തതാ. അപ്പൊ 4 അർത്ഥല്ലേ ഞാൻ പറഞ്ഞത്? ഏഴാമത്തെ ഗുണം. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നോണ്ടല്ലേ കിട്ടാത്തേ. ഇപ്പൊ ഞാൻ അത്രയൊക്കെ പറഞ്ഞു. ഇവിടെ സംശയിച്ച് ചോദിക്കാൻ ആകെ 5 അർത്ഥം പറയാം. അർത്ഥം 5 വേർഡ് പറഞ്ഞു, അതിന്റെ മീനിങ് എഴുതാൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഓപ്പോസിറ്റ് വേർഡ് എഴുതാൻ, അതായത് വിപരീത പദം എഴുതാൻ. അതിലൊന്ന് ദോഷം, 2 നിർദോഷം. രണ്ടാമത്തെ ബിറ്റ് എന്ത്? എതിർപദം എഴുതുക. അതിൽ 2 എണ്ണേ പറഞ്ഞുള്ളൂ. 1 ദോഷം, 2 ഗുണം. ക്ലിയർ? ഇനി അടുത്ത പര്യായപദം എഴുതുകയാണ്. 3ാമത്തെ ബിറ്റ്. അതിലൊന്നാമത്തത് പതംഗം. പതംഗം അതിന്റെ സമാന പദം.
പര്യായ പദം എന്ന് പറഞ്ഞാൽ സമാന പദങ്ങൾ എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് പൂമ്പാറ്റിയുടെ പാഠത്തില് പര്യായ പദം. പതംഗം. ഓക്കെ, ടെക്സ്റ്റ് വല്ലപ്പോഴും ഒന്ന് തുറന്ന് വായിക്കണം. എക്സാമിൽ 2 ക്വസ്റ്റ്യൻ വരുമ്പോഴേക്ക് പരക്ക ചോദ്യമാണ്. ആദ്യം എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ച് ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോഴേ ക്വസ്റ്റ്യൻ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് വൺ, സമാന പദങ്ങളിൽ രണ്ടാമത്തത്. 3 ബിറ്റേ ഞാൻ പറഞ്ഞുള്ളൂ. 1 അർത്ഥം എഴുതുക, 2 എതിർപദം എഴുതുക, 3 സമാന പദങ്ങൾ എഴുതുക. അതിൽ മൂന്നാമത്തേല് രണ്ടാമത്തതാണ് ഞാനിപ്പോ ക്വസ്റ്റ്യൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ എഴുതണ്ടെന്ന് പറഞ്ഞു, ആൻസർ മാത്രം എഴുതിയാന്ന് പറഞ്ഞു. മലർ. മലർ. മലരി എന്ന വാക്കിന്റെ 2 സമാന പദങ്ങൾ എഴുതണം. 2 ഉണ്ടെങ്കിലും. സമാന പദങ്ങൾ എന്ന് പറഞ്ഞാൽ 1 അതിലധികമോ ആണ് പര്യായ പദം എന്ന് പേര് പറയുക അതിന്. മലര്, മലർ. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് പകർത്തി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പലരും ചെയ്യുന്നില്ല, അതാണ്. എട്ടാമത്തെ പറയോ? ഓക്കെ, എട്ടാമത്തത് 8 എന്നല്ല, ഞാൻ 3 ബിറ്റാ പറഞ്ഞത് കേട്ടോ. അതിലൊന്ന് അങ്ങനെയാ പറഞ്ഞത്. അതില് പതംഗം എഴുതിക്കോ. പര്യായ പദം എഴുതാൻ സമാന പദങ്ങൾ എഴുതുക. അതിലൊന്ന് പതംഗം. അത് തന്നെ മിസ് ഇപ്പം പറഞ്ഞതില് രണ്ടാമത്തെ ഏതാ ക്വസ്റ്റ്യൻ? ഇപ്പം പറഞ്ഞതിൽ രണ്ടാമത്തത് മലര്. മിസ് ആൻസർ മാത്രം എഴുതിയ പോരെ? മതി. പറഞ്ഞോ. അപ്പൊ എട്ടാമത്തതാണ് ഇപ്പൊ പറഞ്ഞത് മലര്. ഓക്കെ ഓക്കെ. അപ്പൊ എത്ര എഴുതി പര്യായ പദങ്ങള്? പതംഗവും മലരും. ഇനി ഒന്നുകൂടി മെയ്. മെയ്യ്. മിസ് എഴുതി. ഓക്കെ, അപ്പൊ 3 എണ്ണായില്ലേ സമാന പദങ്ങളില്? എഴുതിയോ? മൂന്നാമത്തെ എന്ത്? മൂന്നാമത്തെ സമാന പദങ്ങളിൽ മൂന്നാമത്തത് മെയ്. മെയ് എന്നുള്ളതിന്റെ 2 അർത്ഥം കൂടി എഴുതണം. അതാണ് സമാന പദങ്ങൾ എന്ന് പറയുക. ഇനി ഒന്നുകൂടി സമാന പദങ്ങളിൽ 4 എണ്ണാണ് ഞാൻ പറയുന്നത്. ആന. ആന എന്ന പദത്തിന്റെ 2 അർത്ഥം കൂടെ വരുന്നത് എഴുതണം. ആന. മനസ്സിലായിട്ടേ ഇല്ലേ? കേട്ടിട്ടേ ഇല്ല? കേട്ടവരുണ്ടോ? കേട്ടവരുണ്ടോ ആരെങ്കിലും? ഇതിന്റെ ഉത്തരം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? യെസ്, വെരി ഗുഡ്. അപ്പൊ കുറച്ചു പേരും കേട്ടല്ലോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് മുതൽ ഇനി ഒന്നുകൂടി പറയണോ ആർക്കെങ്കിലും? ഓക്കെ, ആദ്യത്തെ ബിറ്റ് അർത്ഥം എഴുതുകയാണ്. അതിലൊന്നാമത്തത് ചിത്രപതംഗം. ആരെങ്കിലും എഴുതാത്തവരെ ക്ലിയർ ചെയ്തോ ഇപ്പോ? ചിത്രപതംഗം. രണ്ടാമത്തത് ഊഴം.
മൂന്നാമത്തത് പൈതാഹം. ക്വസ്റ്റ്യൻ എഴുതണ വേണ്ട. നാലാമത്തത് അന്തസ്. അഞ്ചാമത്തത് മാനസം. അങ്ങനെ 5 അർത്ഥങ്ങളാണ് എഴുതാൻ പറഞ്ഞത്. നെക്സ്റ്റ് രണ്ടാമത്തെ ബിറ്റിൽ എന്താ പറഞ്ഞത്? എതിർപദം എഴുതുക. അതിലൊന്ന് ദോഷം, അതിന്റെ എതിർപദം എഴുതണം. നെക്സ്റ്റ് രണ്ടാമത് അതിൽ തന്നെ പറഞ്ഞത് ഗുണം, അതിന്റെയും എതിർപദം എഴുതണം അല്ലെ? അപ്പൊ 2 എണ്ണാണ് അതിൽ പറഞ്ഞത്. പിന്നെ പറഞ്ഞ മൂന്നാമത്തെ ബിറ്റില് സമാന പദങ്ങൾ എഴുതുക. അതിലൊന്ന് പതംഗം, 2 മലര്, 3 മെയ്യ്, 4 ആന. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? പറഞ്ഞോ പറഞ്ഞോ. മിസ്സേന്ന് വിളിച്ചാക്ക് പിന്നെ ഒന്നും പറയാനില്ലേ? മിസ് ഏഴാമത്തെ കൂടി പറയാം. ഏഴാമത്തെ ഗുണം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരല് ഗുണം. അതിന്റെ വിപരീത പദം എഴുതണം. എഴുതിയിട്ടില്ലോ? ഞാൻ 11 വരെ എഴുതിയിട്ടില്ലോ. 5, 2, 7, 3 11 എണ്ണേ ആയുള്ളൂ കേട്ടോ. ടോട്ടൽ ഇപ്പൊ ക്വസ്റ്റ്യൻ 11 എണ്ണേ ആയുള്ളൂ. ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ശ്രദ്ധിക്കാൻ. ക്വസ്റ്റ്യൻസ് ഇനി ചോദ്യമില്ല, ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതിൽ ഒന്നാമത്തത്. ഇനി ഇങ്ങോട്ട് ചോദ്യമില്ല എന്നാ പറഞ്ഞേ, അങ്ങോട്ട് ചോദ്യമുണ്ട് കേട്ടോ. ഓക്കെ. കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? എപ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എന്നാണ് ചോദ്യം. മിസ്സേ 11, 12 മിസ്സേ. ഇപ്പൊ 12 ആണ്. അന്നേരം ക്വസ്റ്റ്യൻ ആൻസറിൽ ഒന്നാമത്തത് ഉത്തരം എഴുതുകയാണ്. ഒന്നാമത്തേൽ ഇപ്പം മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻ അതാണ് ഇപ്പം പറഞ്ഞത്. എന്ത്? കുട്ടിയുടെ ചിത്തം തുടിച്ചു വരുന്നത് എപ്പോഴാണ്? പറഞ്ഞിട്ടില്ല. ആനന്റെ 2 വാക്ക് എഴുതാൻ വേറെ പേര്. അപ്പം അത് കഴിഞ്ഞിട്ട് 12 എന്തെന്നാ ചോദിച്ചത്? മിസ് പറഞ്ഞ ക്ലിയർ ഉണ്ടായിട്ടില്ല. എഴുതിയോ? ഏതാ ക്ലിയർ ഇല്ല റിലുന്? മിസ് പറഞ്ഞു 12ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല. ആനന്റെ 2 പേര് എഴുതാൻ പറഞ്ഞിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് 12ാമത്തെ. എന്നിട്ട് അതിൽ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ അതില് ഞാൻ ഇപ്പൊ പറഞ്ഞത് ആനയാണ് ലാസ്റ്റ് പര്യായപദം എഴുതാൻ പറഞ്ഞത്. അതിനുശേഷം എന്താണ് ഉത്തരം എഴുതുകയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുട്ടിയുടെ ചിത്തം തുടിച്ചു വരുന്നത് എപ്പോൾ? ഇനി അടുത്ത ക്വസ്റ്റ്യന്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് മുമ്പൻ എന്ന കഥയിലെ ഗുണപാഠം എന്ത്? ആരാണ് മുമ്പൻ എന്ന കഥയിലെ ഗുണപാഠം എന്ത്? നോട്ട് എഴുതാത്തവരും ഉണ്ടാവും, മഹാന്മാരും മഹതികളൊക്കെ. ഞാൻ നോക്കട്ടെ ആരൊക്കെ പേജ് എടുക്കാത്തവരും. എഴുതിയോ? വെരി ഗുഡ്. എഴുതിയോ? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞവരും ആ പേനയും പെൻസിലും ഒക്കെ അവിടെ താത്ത് വെക്ക്. എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോന്നില്ലേ? ഉത്തരായില്ലല്ലോ, ഒരാളല്ലേ ഇത് പറഞ്ഞുള്ളൂ.
എഴുതി കഴിഞ്ഞു മിസ്. കഴിഞ്ഞു അല്ലേ? മതി, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എഴുതി കഴിഞ്ഞു മിസ്. ഓക്കെ, കഴിഞ്ഞു മിസ്. എല്ലാവരും കഴിയുമെങ്കിൽ ആൻസർ പറയാനാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ. മിസ് 1 മിനിറ്റ്. ഓക്കെ ഓക്കെ, എല്ലാവരും ഫിനിഷ് ആയോ? എല്ലാവർക്കും യെസ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കഴിഞ്ഞുവെങ്കിൽ ഉറപ്പല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞു. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യന്റെ ആൻസർ മിസ് വായിക്കും. അപ്പൊ നിങ്ങളത് ശരിയാണെങ്കിൽ മാത്രം ടിക്ക് ഇടണം. ബാക്കിയുള്ളവർ നിങ്ങള് ഒന്നുകൂടി ക്ലാസ് കേട്ടിട്ട് എഴുതിക്കോ കേട്ടോ. കേൾക്ക്, പറയുന്ന കേൾക്ക്. അപ്പൊ അത് തെറ്റിടണം എഴുതാത്തത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചിത്രപതംഗം. അതിന്റെ അർത്ഥം എന്താ? കറക്റ്റ്, പൂമ്പാറ്റ. ചിത്രപതംഗം പൂമ്പാറ്റ എഴുതിയവര് മാത്രം ടിക്ക് കിട്ടോ, അല്ലെങ്കിൽ ചിത്രശലഭം എന്നൊക്കെ എഴുതിയവര് ടിക്ക് കിട്ടും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഊഴം, ക്രമം. ഓക്കെ, ഇനി മൂന്നാമത്തത് പൈതാഹം. എന്താണ്? വിശപ്പും ഇനി അടുത്തത് അന്തസ്. അന്തസ് അഭിമാനാണെങ്കിൽ മാത്രം ശരി. അഭിമാനം എഴുതിയവർക്ക് ശരി. രണ്ടിന്റെ ഉത്തരം എന്ത്? ഇതിന്റെ രണ്ടിന്റെ ഊഴം ക്രമം പറഞ്ഞില്ലേ? ഇനി പൈതാഹം വിശപ്പും ദാഹവും, അന്തസ് അഭിമാനം. ലാസ്റ്റ് വൺ പറഞ്ഞത് മാനസം. എന്താർത്ഥം? മനസ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ എന്താണ്? എതിർപദം എഴുതാനാണ്. ഈ 5 ശരിയായവർ എത്ര പേരുണ്ടെന്ന് കൈ കാണിച്ചേ. ഓക്കെ, എല്ലാവർക്കും ശരിയാണോ? വെരി ഗുഡ്. ഏതിന്റെ? രണ്ടാമത്തെ ഊഴം ക്രമം. അർത്ഥാണ് പറയുന്നത്, ക്രമം. ഓക്കെ, അന്നേരം തെറ്റ്. ഇനി അടുത്തത് പറയട്ടെ. ദോഷം. ദോഷം എന്നുള്ളത് നിർദോഷം. വെരി ഗുഡ്. ഇനി ഗുണം, നിർഗുണം. അതിൽ ഇനി അടുത്ത പര്യായപദാണ്. പര്യായപദത്തില് പതംഗം. എന്താണ്? പക്ഷി, പറവ. പതംഗം പൂമ്പാറ്റയല്ല കേട്ടോ, പക്ഷി, പറവ. ചിത്രപതംഗാണ് പൂമ്പാറ്റ. അത് ശരിയിടാം കേട്ടോ, മറ്റേതാണെങ്കിൽ ശരിയിടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത എന്താ ചോദിച്ചേ മിസ്സേ? മലര് അല്ലേ? മലര്. ആൻസർ എന്തെന്ന് ഓക്കെ, പര്യായ പദങ്ങളിൽ ഫസ്റ്റ് വൺ പതംഗമാണ്. പതംഗം എന്താണ്? പതംഗം പക്ഷിയല്ല കേട്ടോ, പൂമ്പാറ്റ, ശലഭം. പൂമ്പാറ്റ, ശലഭം. എന്നിട്ട് ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാരും. നോ പറഞ്ഞിനാ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പതംഗം, പൂമ്പാറ്റ, ശലഭം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണെന്ന് അറിയോ? മലര്. ഞാൻ തെറ്റ് പറഞ്ഞാലും നിങ്ങൾ തെറ്റിടുവല്ലേ വേണമെങ്കിൽ. മലരിന്റെ അർത്ഥം എന്താ? പൂവ്, പുഷ്പം. പൂവ്, പുഷ്പം. അല്ലെങ്കിൽ സുമം, പൂവ്, പുഷ്പം. ഇതൊക്കെ എഴുതിയ ശരിയാണ് കേട്ടോ. സൂനം. ഇനി വരുന്ന ഏതാ? മെയ്യ്. മെയ്യിന്റെ അർത്ഥം എന്താ? ഗാത്രം,
പിന്നെയോ ശരീരം, മെയ്യ് ശരീരം എന്നുള്ള അർത്ഥാണ് ഒന്ന്. ഗാത്രം ശരീരം. ഇത് മൂന്ന് അല്ല, അതിന് ഒന്നുകൂടി ഉണ്ടല്ലേ. ആന. ആന എന്താ എഴുതിയേ? ആർക്കറിയാം? നവമി രാജേഷ് എഴുതിയിട്ടുണ്ട്. എന്താ ആന എഴുതിയ നവമി? ഗജം കരി. വെരി ഗുഡ്. ഗജം കരി. ഓക്കെ. അപ്പൊ ഇത് 4 പര്യായ പദങ്ങൾ ശരിയായ എത്ര പേരുണ്ട്? അതായത് പതംഗം, പൂമ്പാറ്റ, ശലഭം, നെക്സ്റ്റ് മെയ് ശരി, അത് ഇതൊക്കെ ഗാത്രം ശരീരം, മലര് എന്താണ്, പൂവ്, പുഷ്പം. ഓക്കെ, കുറച്ചു പേരുണ്ട് അല്ലേ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ആൻസറിലെ പറഞ്ഞ നമ്മള്. ക്വസ്റ്റ്യൻ ആൻസറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? എന്താ ചോദ്യം പറഞ്ഞേ മിസ്? കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? ചിത്രപതംഗത്തെ കാണുമ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത്. അങ്ങനെ എഴുതിയവരുണ്ടെങ്കിൽ ശരി. രണ്ടാമത്തെ എന്താ? ആരാണ് മുമ്പൻ എന്ന പാഠത്തിന്റെ ഗുണപാഠം എന്ത്? എന്താണ്? ആര് പറയും നോക്കട്ടെ. ആർക്കൊക്കെ അറിയാം? സെലിനൊക്കെ മാത്രമേ അറിയൂ. സാമുവലിന് അറിയോ? എന്നാ സാമുവൽ പറഞ്ഞേ. തുല്യം. തുല്യരാണ്. എല്ലാവരും തുല്യരാണെന്ന് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് സെലിന എന്താണ് എഴുതേണ്ടത് ശരിക്ക്? അൺമ്യൂട്ട് ചെയ്യടി. എല്ലാവരും സേവനത്തിന് തുല്യമാണ്. ഓക്കെ. നെക്സ്റ്റ് വേറെ ആരാ കൈപൊക്കിയേ നോക്കട്ടെ. അതിന്റെ ഉത്തരം എഴുതിയവർ ആരൊക്കെയുണ്ട്? 3 പേരെ എഴുതിയുള്ളൂ അതിന്റെ ഉത്തരം. അല്ല, ജൂലിയറ്റ് എന്താ എഴുതി? ജൂലിയറ്റ് എല്ലാവരും സേവനത്തിന് തുല്യരാണ്. എല്ലാവരും സേവനത്തിൽ തുല്യരാണ്. സേവനത്തിൽ തുല്യരാണ് എന്നതാണ് ഈ കഥയുടെ എന്ത് മോറൽ അല്ലെ, ഗുണപാഠം. ഓക്കെ. ഫുള്ള് ശരിയായ എത്ര പേരുണ്ട്? മിസ്സേ, പൂമ്പാറ്റ കാണുമ്പോഴാണെന്നുള്ള ശരിയല്ലേ? ഏത് മിസ്സേ, പൂമ്പാറ്റ കാണുമ്പോഴാണെന്ന് ശരിയല്ലേ? പൂമ്പാറ്റ പൂമ്പാറ്റ കാണുമ്പോഴാണെന്ന് ചിത്രപതംഗത്തെ ശരി തന്നെ. ചിത്രപതംഗം എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയാണ്. അപ്പൊ പൂമ്പാറ്റയെ കാണുമ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചു വരുന്നത് എഴുതിയാലും മതി. ഒരേ ഉത്തരാണത്. കറക്റ്റ്. ഓക്കെ. അപ്പൊ എല്ലാം ശരിയായവർ എത്ര പേരുണ്ട്? എഡ്വിൻ തോമസ്, സെൽന എലിസബത്ത്, സാമുവൽ ഷോൺ ജിമ്മി. നെക്സ്റ്റ് ഇനി ആരാളുള്ളത്? നവമി രാജേഷ്, എറിക് ആന്റോണിയോ, ഷിനോജ്. നെക്സ്റ്റ് ഇനി ആരുമില്ലേ? ഫാത്തിമത്ത് ഷഹുമ. പഠിച്ചിട്ടില്ല അവരെ ഷഹുമ ഉണ്ടോ? എല്ലാം ശരിയാക്കിയിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഓക്കെ, സിദ്ധാന്ത് കൃഷ്ണ. പിന്നെയോ ഹസ്ന ഷെറിൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് എനിക്ക് ഫോട്ടോ ഇട്ട് തരണേ എല്ലാവരും. ഓക്കെ. ആരാധ്യ, പ്രജിത്ത്, കുറെ പേരുണ്ട്. ഓക്കെ.